16 വയസ്സാകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുക എന്നുള്ളൊരു രീതിയിലായി. പ്രശ്നക്കടവ് അമ്പലത്തിൽ പോകും, അതിൻ്റെ അക്കരക്ക് ഒരു കള്ള് ഷാപ്പുണ്ട്, അവിടെ പോയിട്ട് കള്ള് കുടിക്കും. അങ്ങനെ മദ്യപാനം ഓരോ വയസ്സ് കൂടുമ്പോൾ മദ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. 22 വയസ്സാകുമ്പോഴത്തേക്ക് ഞാനൊരു പൂർണ്ണ മദ്യപാനമായി മാറി. ഒരു ദിവസം രാവിലെ എണീച്ചാൽ ഇന്ന് വൈകുന്നേരം എങ്ങനെ ഒരു 3-4 പെഗ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ജീവിതത്തിലുള്ളൂ. 27-28 വയസ്സാകുമ്പോഴത്തേക്ക് വീട്ടുകളിലും നാട്ടുകളിലും പ്രശ്നങ്ങൾ തുടങ്ങി മദ്യപിച്ചിട്ട്. തളിപ്പറമ്പിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ പോയ അടിയുണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മദ്യപാനത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരുവിധം എല്ലാ പത്രങ്ങളിലും എല്ലാം വായിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരഭിപ്രായത്തിൽ മദ്യം 2 തരത്തിലാണ്. സോഷ്യൽ ഡ്രിങ്കേഴ്സ്, ആൽക്കഹോളിക്. ഞാനൊരു ആൽക്കഹോളിക്കാണ്, ഞാനൊരു മദ്യാസക്തനാണ്. എൻ്റെ മരണം വരെ എനിക്ക് മദ്യം നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയാൻ ആ സമയത്ത് തന്നെ ദൈവം തോന്നിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് മദ്യപാനത്തിൽ മാറി നിന്നു. 16 വർഷം കഴിഞ്ഞ് ഞാൻ മദ്യപാനത്തിൽ മാറി ജീവിക്കുന്നത്. എൻ്റെ മദ്യപാനം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മദ്യത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു. എൻ്റെ വീട് കണ്ണൂരാണ്, തളിപ്പറമ്പ് ആണ് എൻ്റെ സ്വദേശം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ വാവിന് പ്രതികൾക്ക് അകത്ത് വെച്ച് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കള്ള് അതിലൊരു നിവേദ്യമായിട്ട് പടിഞ്ഞാറ്റത്ത് വെക്കും, പൂജാമുറിയിൽ വെക്കും. പൂജാമുറിയിൽ ഒരു അരമണിക്കൂർ നേരം പൂജാമുറി അടച്ചിടും. അപ്പം ആത്മാക്കൾ വന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വിശ്വാസമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആചാരം തുടരുന്നുണ്ട്. അപ്പോൾ അതിൽ കള്ളും വെക്കും. അപ്പം നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് കള്ള് തരും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ആ ടേസ്റ്റ് നമുക്ക് അന്നേ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അടുത്ത് ആരെങ്കിലും, പിന്നെ അച്ഛൻ്റെ അനിയൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ, അവരൊക്കെ വീട്ടിൽ നിന്ന് കള്ള് കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിൽക്കും. നമുക്ക് ഒരു ഗ്ലാസ് കള്ള് കിട്ടിയാൽ ഒരു ഗ്ലാസ് കള്ള് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കള്ളിൻ്റെ ടേസ്റ്റുകൾ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു 16 വയസ്സാകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുക എന്നുള്ളൊരു രീതിയിലായി. പ്രശ്നക്കടവ് അമ്പലത്തിൽ പോകും, അതിൻ്റെ അക്കരക്ക് ഒരു കള്ള് ഷാപ്പുണ്ട്, അവിടെ പോയിട്ട് കള്ള് കുടിക്കും. അങ്ങനെ മദ്യപാനം ഓരോ വയസ്സ് കൂടുമ്പോൾ മദ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. 22 വയസ്സാകുമ്പോഴത്തേക്ക് ഞാനൊരു പൂർണ്ണ മദ്യപാനമായി മാറി. എല്ലാ ദിവസവും 4-5 പെഗ് അടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാവിലെ തന്നെ അതിനു വേണ്ടി എന്ത് പണിയും ചെയ്യും. മരിച്ച വീട്ടിൽ പോവും, പോയി അവരെ സഹായിക്കും, കല്യാണ വീട്ടിൽ പോവും. നമുക്ക് അന്ന് ഒരു ദിവസം രാവിലെ എണീച്ചാൽ ഇന്ന് വൈകുന്നേരം എങ്ങനെ ഒരു 3-4 പെഗ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ജീവിതത്തിലുള്ളൂ. അങ്ങനെ ഓരോ മദ്യപാനത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. പിന്നെ 27-28 വയസ്സാകുമ്പോഴത്തേക്ക് വീട്ടുകളിലും നാട്ടുകളിലും പ്രശ്നങ്ങൾ തുടങ്ങി മദ്യപിച്ചിട്ട്. തളിപ്പറമ്പിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ പോയ അടിയുണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കൂടിയൊക്കെ വന്നു. പിന്നെ വീട്ടുകാർക്ക് ശല്യമായി തുടങ്ങി, ബന്ധുക്കൾക്ക് ശല്യമായി തുടങ്ങി, നാട്ടുകാർക്ക് ശല്യമായി തുടങ്ങി. അങ്ങനത്തെ ആ മദ്യപാന രീതി ആ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കല്യാണം കഴിച്ചാൽ ഇവൻ നന്നാവുന്നില്ല. നമ്മുടെ എല്ലാ മലയാളികളെ ഒരു രീതി ഉണ്ടല്ലോ, കല്യാണം കഴിച്ചാൽ ഇവൻ നന്നാവും. അങ്ങനെ 28-ാമത്തെ വയസ്സിൽ അച്ഛൻ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിക്കുമ്പോൾ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 5-10 പൈസ എൻ്റെ കയ്യിലില്ല. അച്ഛൻ തന്നെ കല്യാണമൊക്കെ നടത്തി തന്നു. കല്യാണം വളരെ ഭംഗിയായി രചിച്ചു. കല്യാണം കഴിഞ്ഞ് 2 മാസം മുന്നേ ഞാൻ മദ്യപിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ട് 2-3 മാസം മദ്യപാനം നിർത്തി. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ആസക്തി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനെയും കൂട്ടി കണ്ണൂർ ലോഡ്ജിൽ പോയിട്ട് ബിയർ കുടിച്ചു. നമ്മളെപ്പോലെ തന്നെ ഒരു മദ്യാസക്തത്തിന് ബിയറൊന്നും ശരിയാവില്ല. അങ്ങനെ അന്ന് തന്നെ രാത്രി തന്നെ പോയിട്ട് കവിതാ ബാറിൽ പോയിട്ട് റാഫ് വാങ്ങിയിട്ട് അന്ന് തന്നെ അടിച്ചു. അങ്ങനെ പിന്നെ വീട്ടിൽ അറിഞ്ഞു, വൈഫ് അറിഞ്ഞു. പിന്നെ വൈഫിൻ്റെ പിന്നെ മദ്യപിക്കണ്ടെങ്കിലും പൈസ ഇല്ല. പക്ഷേ വൈഫിൻ്റെ ആഭരണങ്ങളായി പിന്നെ നമ്മളെ കണ്ട്. അപ്പം വൈഫിൻ്റെ ആഭരണങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോവും, അത് വിൽക്കും, അത് വിറ്റ് പിന്നെയും കുടിക്കും. അങ്ങനെ എന്താ പറയുക, പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥ. പിന്നെ 2 വർഷം നന്നായി മദ്യപിച്ചു. വൈഫ് അങ്ങനെ അവസാനം വൈഫ് ഇയാളെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പെർമനൻ്റായിട്ട് വിട്ടുപോയി എന്നെ വിട്ടുപോയി. അപ്പോൾ അതിന് മുന്നേ വൈഫ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിയിട്ട് വീട്ടിൽ പോകും. പക്ഷേ ഇത് അവസാനം മടുത്തിട്ട് പോയതാണ്. അങ്ങനെ അവസാനം ഞാൻ വീട്ടിൽ പ്രശ്നമാക്കിയിട്ട് പറഞ്ഞു, എനിക്ക്
എനിക്ക് എനിക്ക് എനിക്ക് മദ്യപിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അപ്പം തന്നെ സുഹൃത്തുക്കളൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. സുഹൃത്തുക്കളും എല്ലാവരും എന്നെ കണ്ടാലും എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ ഷെയർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി. അങ്ങനെ ഒരു 3 ലക്ഷം രൂപ എനിക്ക് ഷെയറായിട്ട് വീട്ടിൽ നിന്ന് തന്നു. പെങ്ങളോടാറ്റം പൈസ മേടിച്ച് തന്നു. ഞാൻ ഈ 3 ലക്ഷം കൊണ്ട് പോയി ഒരാഴ്ച കറങ്ങി നടന്നു. ആ 3 ലക്ഷം രൂപ എങ്ങനെ ചിലവായി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ അതിന് ഉത്തരവില്ല. പിന്നെ ഒരു 50 രൂപയിൽ ഞാൻ വീട്ടിൽ കയറി പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു മനുഷ്യ ജന്മം വെച്ചിട്ട് കയറി കിടക്കാൻ സ്ഥലം തന്നു. അങ്ങനെ അവിടുന്ന് പിന്നെയും എൻ്റെ ഈ മദ്യത്തിൻ്റെ ആസക്തി കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അടിച്ചേ പറ്റൂ. നന്നായി ഞാൻ പോകലിക്കും ചെയ്യും ആ സമയത്ത്. അങ്ങനെ എങ്ങനെയും മദ്യപിച്ചേ പറ്റും. അങ്ങനെ വീട്ടുകാർ ലാസ്റ്റ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട് വിറ്റു. ആകെ ഉണ്ടായിരുന്ന അച്ഛന് ബാങ്കിലായിരുന്നു ജോലി. അപ്പോൾ ചെറുപ്പത്തിലെ നമ്മൾ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീട് വിറ്റു. എൻ്റെ പെങ്ങൾക്ക് വീട് കൊടുത്തു. അങ്ങനെ അവിടുന്ന് ഒരു 230 രൂപയും ഒരു ബാഗും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എടുത്ത് പോയിക്കോ, കാരണം ഇനി ഇടുന്ന നമ്മളെയും കൂടെ നിലനിൽപ്പൂടെ മോശമാവും, കാരണം ആർക്കും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കാഞ്ഞങ്ങാട് ഒരു ബന്ധുവിനെ കാണാൻ പോയി. അപ്പോൾ അവരെ കണ്ടവിടെ ഞാൻ എനിക്ക് എന്തെങ്കിലും ജോലി വേണം, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കി, എനിക്ക് എന്തെങ്കിലും ജോലി വേണം, ജീവിക്കാൻ വേറെ വഴിയില്ല പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിൻ്റെ കാലും കൈ അടിച്ച് പൊട്ടിക്കണ്ടെങ്കിൽ നീർത്ത് പോയിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയില്ല, സന്തോഷം അയാളുടെ പേര്, അയാളിന്ന് ജീവിച്ചിരിപ്പില്ല. അയാളോട് പറഞ്ഞു എനിക്ക് എങ്ങനെയും ഇതൊന്നും ഒഴിവാക്കണം, എനിക്കൊന്നും ഞാൻ എങ്ങനെയും മര്യാദയ്ക്ക് ജീവിച്ചോളാം പറഞ്ഞു. അങ്ങനെ അയാൾ ജോലി കോഴിക്കോട് ഡോക്ടറെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ കോഴിക്കോടേക്ക് വന്നു. അങ്ങനെ കോഴിക്കോട് വന്ന് ആ ഡോക്ടറോട് പറഞ്ഞു ഇപ്പം ഞാനിങ്ങനെ മദ്യപാനാൻ്റെ പ്രശ്നം. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ എനിക്ക് ജോലി തരാം. എന്നിട്ട് അയാൾക്കൊരു ജോലി തന്നു, താൽക്കാലികമായൊരു ജോലി. താൽക്കാലികമായ ഒരു ചെറിയൊരു ജോലി തന്നു. അപ്പോൾ ജോലി തരുമ്പോൾ അയാൾ പറഞ്ഞു നീ പിന്നെ അപ്പോൾ ഞാനൊരു ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുന്നു, ഡോർമെറ്ററിയിൽ പെർ ഡേ 100 രൂപ വേണം നേരം. അപ്പോൾ അയാൾ പറഞ്ഞു നീ ഈ ഹോട്ടലിൽ താമസിക്കണ്ട, ഇവിടെ ഇഷ്ടംപോലെ മെൻസ് ഹോസ്റ്റൽ കിട്ടും, അവിടെ പോയി താമസിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു 5000 രൂപ അയാൾ തന്നു, ഒരു മൊബൈൽ ഫോണും വാങ്ങി തന്നു. അയാൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ പോയി പിന്നെ മെൻസ് ഹോസ്റ്റലിൽ പോയി നോക്കുന്നു. അങ്ങനെ ഞാൻ മെൻസ് ഹോസ്റ്റലിൽ പോയി ഞാൻ നോക്കി, എവിടെയും ശരിയായില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ 5000 രൂപ അയാൾ തന്ന 5000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡോർമെറ്റിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് നടക്കുന്ന ഡിപ്ലോമേറ്റ് ബാർ കോഴിക്കോട് മാവൂർ റോഡിൽ, ആ ബാറിൻ്റെ പേരൊക്കെ ഇന്ന് മാറ്റി, അന്ന് ഡിപ്ലോമേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ ബാറിൻ്റെ ബോർഡ് കണ്ടു, എന്തായാലും 2 പെഗ് കഴിച്ചൊക്കെ പറഞ്ഞ് അവിടെ കയറി. എന്നെപ്പോലെ തന്നെ മധ്യാസത്തിന് 2 പെഗ് അടിച്ചിട്ടും കാര്യമില്ല, 4 പെഗ് അടിച്ചിട്ടും കാര്യമില്ല. പിന്നെ അങ്ങനെ ആ ഒരു കുടി അവസാനം ഒരാൾക്കൊരു കച്ചിത്തുരുമ്പാണ് ആ ഡോക്ടർ ഒരു ജോലി എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ വെച്ചിട്ട് തന്നതാണ്. അപ്പോൾ അതും എൻ്റെ ഈ മദ്യപിച്ചിട്ട് എനിക്ക് എൻ്റെ നിയന്ത്രണത്തിലല്ല, കാരണം പിന്നെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് മദ്യമാണ്. അങ്ങനെ ഞാൻ പിന്നെയും കഴിച്ചു. അപ്പോൾ ഡോക്ടറിന് ജോലിയും പോയി, എല്ലാം പോയി. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ ഒരാൾക്കും ആ ഒരു ഗതി വരാണ്ടിരിക്കട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാരണം അങ്ങനെ ആ ഒരു അവസ്ഥയിലെ കാര്യം പോകാണ്ടിരിക്കട്ടെ. കാരണം ഞാൻ പിന്നെയുള്ള അവസ്ഥ വെച്ചാൽ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ കിടത്തും. രാത്രി ആകുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ മഴയെല്ലാം പെയ്യുമ്പോൾ നമ്മളെ ഒരു അവസ്ഥ ഇപ്പം നമ്മൾ പലയാളും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ കിടക്കും. നമുക്ക് അപ്പം ആ ഒരു അനുഭവിച്ച് വന്നവരൊക്കെ ശരിക്കത് മനസ്സിലാവും. അയാളുടെ ഉള്ളിലെ വിഷമം നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കിടത്തേ. അപ്പം രാത്രി ബീച്ചിൽ പോയി കിടക്കും. ബീച്ചിൽ ആരും ഉണ്ടാവില്ല. അപ്പം 11 മണിയാകുമ്പോഴത്തേക്ക് പോലീസുകാർ വരും, രാത്രി എടുത്ത് കാലിങ്ങനെ അടിക്കും, എണീച്ച് പുഴ എടുത്തു വരും. അപ്പോൾ നമ്മൾ വേഗം കൊണ്ട് ഇങ്ങനെ എടുത്ത് എണീച്ച് ഓടും. അങ്ങനെ ഒരു അവസ്ഥ. കാരണം ഒരിക്കലും നമുക്ക് തിരിച്ചൊരു വരാൻ ഒരിക്കലും പറ്റൂല. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഞാനിങ്ങനെ കോഴിക്കോട് മാവൂർ റോഡിൽ ഗീത പിന്നെ അമൃത ബാറിൻ്റെ തൊട്ട് അപ്പുറത്തൊരു ഹോട്ടലുണ്ട്. അപ്പം ഹോട്ടലിൽ കണ്ണാടി ചില്ല് പൊറോട്ട ഇതൊക്കെ കാണുന്നില്ല. പക്ഷെ ഭയങ്കര വിശപ്പ്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഇങ്ങനെ കണ്ണ് കാണുന്നില്ല, അങ്ങനത്തെ വിശപ്പ്. അപ്പോൾ അത് കഴിക്കാൻ പൈസയുമില്ല. അപ്പോൾ അയാളോട് പോയി ചോദിച്ചാൽ അയാൾ തരുമില്ല. അപ്പം അവിടെ പോയി കുറച്ച് ചൂടുകളൊക്കെ കുടിച്ച് ഹോട്ടലിൽ പോയിട്ട് എന്നിട്ട് അയാളോട് ഞാൻ ചോദിച്ചു എനിക്ക് പിന്നെ കുറച്ച് ഭക്ഷണം തരും. അയാൾ ഒന്ന് തരാൻ പറ്റില്ല, ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പുറത്തൊരാളിങ്ങനെ അടിക്കുന്നു, ഗിരീഷാട്ടെന്ന് തൊട്ട് നമ്മുടെ നാട്ടിലെ ബസ് ഡ്രൈവറാണ്. അപ്പോൾ അയാളെന്നോട് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ കൂട്ടി എനിക്ക് പൊറോട്ടയും കറിയും മേടിച്ചു തന്നു. അപ്പോൾ ഞാൻ സത്യം ഞാനിന്ന് 79 രാജ്യങ്ങളോളം പോയി, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, 5 സ്റ്റാർ ഹോട്ടലിലും 7 സ്റ്റാർ ഹോട്ടലിലും താമസിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ച ഏറ്റവും രുചികരമായ ഭക്ഷണം അന്ന് ഗിരീഷാട്ടൻ വാങ്ങി തന്നതാണ്.
അങ്ങനെ അവിടെ നിന്ന് ഗിരീഷേട്ടൻ നാട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഗിരീഷേട്ടൻ എനിക്ക് നാട്ടിൽ വന്ന് എന്നെ ആരും അടുപ്പിക്കൂല, എല്ലാവരും എന്നെ ഒഴിവാക്കിയതാണ്. കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഗിരീഷേട്ടൻ പറഞ്ഞു അത് പറ്റില്ല, നീ എന്തായാലും നിൻ്റെ ഈ കോലം കണ്ട് നീ മരിക്കും, അപ്പം നിൻ്റെ ശവങ്ങ് വീട്ടുകാർ കിട്ടിക്കോട്ടെ ഒരാളെന്നെ വലിച്ച് നാട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ നാട്ടിൽ കൊണ്ടുപോയ സമയത്ത് എനിക്കറിയാം എന്നെ വീട്ടുകാരടുപ്പിക്കൂല, നാട്ടുകാരടുപ്പിക്കൂല, ബന്ധുക്കളടുപ്പിക്കൂല, ഒരാളടുപ്പിക്കൂല, എനിക്ക് നന്നായ ബോധ്യമുണ്ട്. എന്നിട്ട് അവിടുന്ന് ഞാൻ അപ്പം എൻ്റെ വീട് അവർ വീട് വിറ്റിട്ട് വേറെ വീട്ടിലേക്ക് താമസം പറയും. അപ്പോൾ ആ വീട് ഞാൻ എത്തിപ്പെടാൻ കുറേ ബുദ്ധിമുട്ടി. അപ്പോൾ രാത്രി 2:30 മണിക്ക് അവിടെ പോയിട്ട് എനിക്ക് അച്ഛനമ്മേനെ വീട്ടിൽ കയറ്റിയില്ല. അപ്പോൾ തിരിച്ച് ഞാൻ തലപ്പുറം ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു. അതിന് ഞാൻ പഴയ വിറ്റ വീടിൻ്റെ അവിടെ പോയി കടന്നു. 2 ദിവസം അവിടെ രാത്രി ഉറങ്ങി. 2ാമത്തെ ദിവസം രാവിലെ ഒരു 7 മണിക്ക് തന്നെ മരുമോൻ ഒരു പാത്രം നിറയെ ഭക്ഷണമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി. അപ്പം നമുക്ക് മദ്യപിക്കാത്ത നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഉൾഭയായിരിക്കും, പേടിയായിരിക്കും. നമുക്ക് ആരോ നമ്മൾ ഭയക്കും, നമ്മൾ ചെവിയിലൊക്കെ ആരെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടുണ്ട്. അങ്ങനെ ഒരു മദ്യാസക്തന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അനുഭവിച്ചവർക്ക് മാത്രമേ നമ്മളെ അവസ്ഥ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടുന്ന് മരുമോൻ ചോറ് കൊണ്ട് തന്നു. ഞാൻ ചോറ് വാരി തന്നു. എന്നിട്ട് എന്നോട് അമ്മ പറഞ്ഞു, നീ രാവിലെ ഇവൻ്റെ വീട്ടിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ രാവിലെ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ പെങ്ങളെ വീടുണ്ട്, പെങ്ങളെ വീട്ടിലേക്ക് വന്നു പറഞ്ഞു. അപ്പോൾ പെങ്ങളെ വീട്ടിൽ പോയി. അമ്മ രാവിലെ തോർത്തെടുത്ത് തന്നു, കുളിക്കുമെന്ന് പറഞ്ഞു. അമ്മ അത്യാവശ്യം 2-3 ജോഡി ഡ്രസ്സെടുത്ത് തന്ന് എന്നോട് പറഞ്ഞു ബാഗും റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ കുറച്ച് പൈസ തന്നു, ഒരു 200 രൂപ തന്നു അമ്മ പറഞ്ഞു. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെയാണ് നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. കാരണം ദൈവത്തിൻ്റെ സാധനം തന്നെ നമുക്ക്. അമ്മ ആ പൈസ തന്നിട്ട് അതിൻ്റെ വഴി പറഞ്ഞു. അമ്മ പറഞ്ഞു 200 രൂപ തന്നിട്ട് അമ്മ പറഞ്ഞു, നീ ആ ഡോക്ടറെ തന്നെ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 200 രൂപയും കൊണ്ട് ഞാൻ തളിപ്പുറം ബസ് സ്റ്റാൻഡിൽ പോയി. അപ്പം രാവിലെ 5:30 മണിയാണ്. 5:30 മണിക്ക് ബാർ തുറക്കില്ല. ഞാൻ ബാറിന് മുമ്പ് സാമ്രാട്ട് ബാറാണ് നമ്മുടെ നാട്ടിൽ. സാമ്രാട്ട് ബാർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് മദ്യപിക്കണം എന്നുള്ള ചിന്ത എനിക്ക് വരുന്നത് പൈസ കിട്ടുമ്പോൾ. നേരെ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. കണ്ണൂർ ബസ് സ്റ്റാൻഡ് സാധു ബാറിൽ രാവിലെ ആടെ ബാർ തുറക്കും. അപ്പോൾ ഞാൻ സാധു ബാറിൽ പോയി 2 പെഗ് എന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് 2 ലാർജ് എന്ന് പറഞ്ഞു. അയാൾ 2 ലാർജ് എടുക്കാൻ വേണ്ടി ഗ്ലാസ്സിൻ്റെ ഒച്ച വയ്ക്കുന്നുണ്ട്, ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഏത് ശക്തിയാണെന്നറിയില്ല. അവിടെ ഞാൻ തിരിഞ്ഞു കിടന്നു. ഞാൻ ബസ് കയറി. കണ്ണൂർ കോഴിക്കോട് 2.5 മണിക്കൂർ 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂർ എന്നെ ചിന്തിക്കാൻ എന്നെ ദൈവം തോന്നിപ്പിച്ചു. അങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ ശത്രുക്കളാവാൻ കാരണം എൻ്റെ മദ്യപാനം. ഞാൻ ഓരോന്ന് ഞാൻ പിന്നെ എനിക്കെന്നെ ഓരോ ഇൻസിഡൻസ് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ തെറ്റാണ്, ഞാനാണ് ശരിയല്ല, ഞാൻ ശരിയായ മതി. അങ്ങനെ അവിടുന്ന് ഡോക്ടർക്ക് പോയി ഞാൻ പൊട്ടിക്കരഞ്ഞു, എനക്കൊന്ന് ഇത് മാറ്റണം ഡോക്ടറെ. അയാൾ ഇതൊരു മദ്യപാനം ഒരു രോഗാവസ്ഥയാണ്, അത് ഡോക്ടറായതുകൊണ്ട് മാത്രം അയാൾക്ക് മനസ്സിലായി. ഞാനിപ്പം മദ്യത്തിനെതിരോ ഒന്നുമല്ല, കാരണം ഞാൻ മദ്യത്തിനെതിരോ ഒന്നുമല്ല. എൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്. പക്ഷേ മദ്യപാനം ഒരു രോഗാവസ്ഥയിൽ എത്തുമ്പം അതൊരു പ്രശ്നം തന്നെയാണ്. അത് ചികിത്സിച്ച് മാറ്റം തന്നെ വേണം. ഇപ്പം ദൈവം സഹായിച്ച് ഞാൻ പറയാം, 16 വർഷങ്ങളായി ഞാൻ മദ്യപിക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലായിക്കോട്ടെ, പോകുന്ന ഫ്ലൈറ്റ് ആയിക്കോട്ടെ, എനിക്ക് വളരെ ഈസിയാണ്. അന്നൊരു പെഗ്ഗിന് വേണ്ടി 1 രൂപക്ക് നടന്ന് ഞാൻ ഇന്ന് ഒരു പെഗ്ഗ് എൻ്റെ കയ്യെത്തും ദൂരത്താണ്. പിന്നെ റൂമിലെ ഫ്രിഡ്ജ് പറഞ്ഞാലും മദ്യമാണ്. പോകുന്ന എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ബ്ലൂ ലേബലും റോയൽ സല്യൂട്ടാണ്. ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ സാധനം കഴിച്ചില്ല. ഞാൻ ഹണീബിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച എൻ്റെ ബ്രാൻഡ്. എനിക്ക് ഇന്ന് വേണ്ടി റോയൽ അത്. പക്ഷേ ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മതി പറയും. അപ്പോൾ അത് പറയാനെന്നെ തോന്നിപ്പിച്ചതും അത് ഒരു അദൃശ്യ ശക്തി.